നമുക്ക് എന്തായാലും പ്രൊസീജിയർ റൂമിലോട്ട് പോകേണ്ടി വരും. അയ്യോക്ക് മെഷർ ചെയ്യാനാണ്. അപ്പൊ നമ്മൾ നേരത്തെ കണ്ടില്ലേ അദ്ദേഹത്തിന് ഗ്ലോക്കോമയാണ്. ഗ്ലോക്കോമ എന്താണെന്ന് എല്ലാവർക്കും അറിയണ്ടാവുമല്ലോ. 2 തരം ഗ്ലോക്കോമയാണ് ഉള്ളത്, ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമ ആൻഡ് നാരോ ആംഗിൾ ഗ്ലോക്കോമ. അപ്പോൾ നമ്മൾ ഇന്ന് ഫോക്കസ് ചെയ്യുന്നത് മാനേജ്മെന്റ് ഓഫ് ഗ്ലോക്കോമയാണ്. മാനേജ്മെന്റ് ഓഫ് ഗ്ലോക്കോമയുടെ മെയിൻ ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിക്രീസ് ദ ഇൻട്രാ ഓക്കുലർ പ്രഷർ. അത് നമുക്ക് 2 മെക്കാനിസം വഴി ഡിക്രീസ് ചെയ്യാം. ഒന്നാമത് ഇൻക്രീസ് ദ ഡ്രെയിനേജ്, അല്ലെങ്കിൽ ഡിക്രീസ് ദ ഫോർമേഷൻ ഓഫ് അക്വസ് ഹ്യൂമർ. അപ്പൊ നമ്മൾ ഗ്ലോക്കോമക്ക് മെയിൻ ആയിട്ട് ടോപ്പിക്കൽ ഏജൻസ് ആണ് കൊടുക്കുന്നത്. അത് ഓർക്കാനുള്ള കോഡാണ് APCOM. A എന്നുള്ളത് ആൽഫ ബ്ലോക്കർ, P എന്നുള്ളത് പ്രോസ്റ്റാഗ്ലാൻഡിൻ, C എന്നുള്ളത് കാർബോണിക് ആൻഹൈഡ്രേസ് ഇൻഹിബിറ്റർ, O എന്നുള്ളത് ഓസ്മോട്ടിക് ഏജന്റ്, M എന്നുള്ളത് മയോട്ടിക്സ്, D എന്നുള്ളത് ബീറ്റ ബ്ലോക്കേഴ്സ്. ഇനി നമുക്ക് ഇതില് വൈഡ് ആംഗിളിലും നാരോ ആംഗിളിലും ഏതൊക്കെ ഡ്രഗ്സാണ് കൊടുക്കുന്നത് നോക്കാം. ആദ്യം നാരോ ആംഗിളിലും. നാരോ ആംഗിളിൽ കൊടുക്കുന്ന ഡ്രഗ്സ് ആണ് പ്രോസ്റ്റാഗ്ലാൻഡിൻ, കാർബോണിക് ആൻഹൈഡ്രേസ് ഇൻഹിബിറ്റർ, ഓസ്മോട്ടിക് ഏജന്റ്, മയോട്ടിക്സ് ആൻഡ് ബീറ്റ ബ്ലോക്കർ. ഇനി വൈഡ് ആംഗിളിൽ കൊടുക്കുന്ന ഡ്രഗ്സ് ആണ് ആൽഫ ബ്ലോക്കേഴ്സ്, പ്രോസ്റ്റാഗ്ലാൻഡിൻ, കാർബോണിക് ആൻഹൈഡ്രേസ് ഇൻഹിബിറ്റർ, മയോട്ടിക്സ് ആൻഡ് ബീറ്റ ബ്ലോക്കർ. അതായത് നാരോ ആംഗിളിൽ നമ്മൾ ആൽഫ ബ്ലോക്കേഴ്സ് കൊടുക്കുന്നില്ല, എന്നാൽ വൈഡ് ആംഗിളിൽ നമ്മൾ ഓസ്മോട്ടിക് ഏജന്റ്സ് കൊടുക്കുന്നില്ല. അപ്പൊ നമുക്ക് ഇനി ഓരോ ഗ്രൂപ്പിലും ഏതൊക്കെ ഡ്രഗ്സാണ് കൊടുക്കുന്നത് നോക്കാം. ആദ്യത്തെ ആൽഫ ബ്ലോക്കേഴ്സ്. ആൽഫ ബ്ലോക്കേഴ്സ് കൊടുക്കാനുള്ള കോഡാണ് ബാഡ്, ബ്രൈമോനിഡിൻ, അപ്രാക്ലോണിഡിൻ, ഡിപിവെഫ്രിൻ. ഇത് 3 നമ്മൾ ടോപ്പിക്കലായിട്ടാണ് കൊടുക്കുന്നത്, ഓൺലി യൂസ്ഡ് ഫോർ വൈഡ് ആംഗിൾ ഗ്ലോക്കോമ. ഇനി അടുത്തത് പ്രോസ്റ്റാഗ്ലാൻഡിൻ. പ്രോസ്റ്റാഗ്ലാൻഡിൻ ഗ്രൂപ്പ് ഓഫ് ഡ്രഗ് ആണ് നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് ഡ്രഗ് ഓഫ് ചോയ്സ് ഫോർ ദ ട്രീറ്റ്മെന്റ് ഓഫ് ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമ. ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന ഡ്രഗ് ആണ് ലാറ്റനോ പ്രോസ്റ്റ്. ഇനി അടുത്തതാണ് C, കാർബോണിക് ആൻഹൈഡ്രേസ് ഇൻഹിബിറ്റർ. ഇത് ഡ്രഗ്സ് മൊത്തം എൻഡ് ചെയ്യുന്നത് അമൈഡിലാണ്. അസിറ്റാസോളമൈഡ്, ബ്രിൻസോളമൈഡ്, ഡോസോളമൈഡ്. ഇതില് അസിറ്റാസോളമൈഡ് നമുക്ക് IV അല്ലെങ്കിൽ ഓറൽ ആയിട്ട് ഓൺലി യൂസ്ഡ് ഫോർ ദ ട്രീറ്റ്മെന്റ് ഓഫ് നാരോ ആംഗിൾ ഗ്ലോക്കോമ. ഈ പറഞ്ഞ ബ്രിൻസോളമൈഡും ഡോസോളമൈഡും ടോപ്പിക്കൽ ഏജൻസ് ആയിട്ടാണ് കൊടുക്കുന്നത് ഫോർ ദ യൂസ് ഓഫ് വൈഡ് ആംഗിൾ ഗ്ലോക്കോമ. ഇനി അടുത്തതാണ് ഓസ്മോട്ടിക് ഏജന്റ്. ഈ ഓസ്മോട്ടിക് ഏജന്റ് നമ്മൾ നാരോ ആംഗിൾ ഗ്ലോക്കോമയ്ക്ക് വേണ്ടി മാത്രമാണ് യൂസ് ചെയ്യുന്നത്. മാനിട്രോൾ ആൻഡ് ഗ്ലിസറോൾ. മാനിട്രോൾ നമുക്ക് IV ആയിട്ട് കൊടുക്കാം, ഗ്ലിസറോൾ നമുക്ക് ഓറൽ ആയിട്ട് കൊടുക്കാം. അടുത്തതാണ് M, മയോട്ടിക്സ്. മയോട്ടിക്സിൽ യൂസ് ചെയ്യുന്ന ഡ്രഗ് ആണ് പൈലോകാർപ്പിൻ. അത് നമ്മൾ ടോപ്പിക്കൽ ആയിട്ടാണ് കൊടുക്കുന്നത്. ക്യാൻ ബി യൂസ്ഡ് ഫോർ ബോത്ത് വൈഡ് ആംഗിൾ ഗ്ലോക്കോമ ആൻഡ് നാരോ ആംഗിൾ ഗ്ലോക്കോമ. B, ബീറ്റ ബ്ലോക്കേഴ്സ്. ഇത് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ടിമോലോൽ, കാർട്ടിലോൽ, വെറ്റാക്സോലോൾ. ഇതിൽ ടിമോലോൽ ആണ് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത് ഫോർ ദ ട്രീറ്റ്മെന്റ് ഓഫ് ഗ്ലോക്കോമ. റീസൺസ് എന്താണെന്ന് വെച്ചാൽ ടോപ്പിക്കലായിട്ട് കൊടുക്കുമ്പോൾ ഹൈലി എഫക്റ്റീവ് ആണ്, ലീസ്റ്റ് എക്സ്പെൻസീവ് ആണ്, പിന്നെ ലോങ്ങർ ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇത് നമ്മളുടെ പ്യൂപ്പിളിന്റെ സൈസിന് അല്ലെങ്കിൽ അക്കോമഡേഷനെ എഫക്ട് ചെയ്യുന്നില്ല. അതേപോലെ തന്നെ ഇത് അനസ്തെറ്റിക് ആയിട്ടൊന്നും എഫക്ട് ചെയ്യുന്നില്ല. ഇനി നമുക്ക് ബീറ്റ ബ്ലോക്കേഴ്സ് പറയുമ്പോൾ ആദ്യമായിട്ട് ഓർമ്മ വരുന്ന പേരായിരിക്കും പ്രൊപ്പനലോൾ. പക്ഷെ അത് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നില്ല. കാരണം എന്താ വെച്ചാൽ അത് നമ്മുടെ കോർണിയനെ അനസ്തെറ്റൈസ് ചെയ്യും. ഓക്കെ.